ചരിത്രത്തിന്റെ താളുകളിൽ ക്രൂരതയുടെ പര്യായമായി രേഖപ്പെടുത്തിയ ഒരു പേരുണ്ട്: അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും വലിയ നരനായാട്ടിന്റെയും വംശഹത്യയുടെയും ആൾരൂപം. എന്നാൽ കാലം മാറി, കഥ മാറി. ഇന്ന് അതേ ക്രൂരതയുടെ ചരിത്രത്തെയും ഹിറ്റ്ലർ എന്ന പേരിനെയും ചേർത്തുപിടിച്ച് ലോകം മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മറ്റാരുമല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണിത്. മധ്യപൂർവേഷ്യയിലെ സമാധാന ചർച്ചകളെ കടപുഴക്കിയെറിയാൻ നെതന്യാഹു നടത്തുന്ന ഓരോ നീക്കവും നമ്മുടെ കാലത്തെ ഹിറ്റ്ലർ എന്ന തുർക്കിയുടെ വിളിപ്പേരിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു. ഇത് വെറും ആരോപണമല്ല, കത്തുന്ന രാഷ്ട്രീയ തീജ്വാലകളുടെയും മാറുന്ന ലോകക്രമത്തിന്റെയും നേർചിത്രമാണ്. സമാധാനത്തിനുമേൽ യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തുന്ന ആ പുതിയ അധികാരക്കളിയിലേക്ക് നമുക്ക് നോക്കാം. ഈ പ്രസ്താവനയ്ക്കു പിന്നിൽ നിരവധി തലങ്ങളുണ്ട്. ആദ്യം നോക്കുമ്പോൾ ഇത് തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള വാക്പോരെന്നുപോലും തോന്നാം. എന്നാൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഇറാൻ-അമേരിക്ക ബന്ധം, ഗാസ യുദ്ധം, ലെബനനിലെ സംഘർഷം, മേഖലയിലെ ശക്തിസമവാക്യങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ചേർന്നുള്ള വലിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ സമാധാന ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ചതിനു പിന്നാലെയാണ് നെതന്യാഹു അദ്ദേഹത്തെ വിമർശിച്ചത്. അതിനു മറുപടിയായിട്ടാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷ പ്രയോഗിച്ചത്. തുർക്കിയുടെ ഈ പ്രതികരണം പുതിയതല്ല. ഗാസ യുദ്ധം ആരംഭിച്ചതുമുതൽ ഇസ്രയേലിനെതിരെ ശക്തമായ വിമർശനമുയർത്തിയ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. ഗാസയിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതും സംബന്ധിച്ച് എർദോഗൻ പലവട്ടം ഇസ്രയേൽ നടപടികളെ അപലപിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ നെതന്യാഹുവിനെതിരായ ഇപ്പോഴത്തെ പരാമർശം ഒരൊറ്റപ്പെട്ട സംഭവം എന്നതിലുപരി നീണ്ടുനിൽക്കുന്ന നയതന്ത്ര സംഘർഷത്തിന്റെ തുടർച്ചയായാണ് കാണേണ്ടത്. തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം നെതന്യാഹുവിനെതിരായ നിയമപരമായ ആരോപണങ്ങളായിരുന്നു. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളിൽ കേസുകൾ നിലനിൽക്കുന്നതായും ഗാസയിലെ നടപടികൾ കാരണം ഇസ്രയേൽ കടുത്ത അന്താരാഷ്ട്ര വിമർശനം നേരിടുന്നതായും തുർക്കി ചൂണ്ടിക്കാട്ടി. ഈ പരാമർശം വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല. അന്താരാഷ്ട്ര നിയമവും മനുഷ്യാവകാശ ചർച്ചകളും ഇപ്പോൾ മധ്യപൂർവേഷ്യൻ നയതന്ത്രത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയെന്നതിന്റെ സൂചന കൂടിയാണിത്. അതേസമയം ഇസ്രയേലിനും ഈ വിഷയത്തിൽ സ്വന്തം രാഷ്ട്രീയ ആവശ്യകതകളുണ്ട്. ഇസ്രയേലിനകത്ത് അഴിമതി കേസുകളും ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സുരക്ഷാ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതിനാൽ പുറത്തുള്ള സുരക്ഷാ ഭീഷണികളെ മുൻനിരയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തര രാഷ്ട്രീയമായി ഗുണകരമാകാമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ്, തുർക്കി എന്നിവരെ വിമർശിക്കുന്ന ശക്തമായ ദേശീയ സുരക്ഷാ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്ന മാർഗമായും പ്രവർത്തിക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകളാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ യഥാർത്ഥ കേന്ദ്രം. വർഷങ്ങളായി പരസ്പര വൈരുദ്ധ്യത്തിൽ നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ പരിധിയുള്ള ധാരണയെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് മുഴുവൻ മേഖലയുടെയും രാഷ്ട്രീയ ചിത്രം മാറ്റാനിടയാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുണ്ടാകാനിടയുള്ള ധാരണയെക്കുറിച്ച് പലതരം റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അത്തരമൊരു കരാറുണ്ടാകുന്നത് ഇസ്രയേലിന്റെ സുരക്ഷാ സമീപനത്തെ ബാധിക്കുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. കാരണം ഇറാനെതിരായ സമ്മർദ്ദനയം ശിഥിലമാകുന്നത് ഇസ്രയേൽ ഇഷ്ടപ്പെടില്ല എന്നതാണവരുടെ വിലയിരുത്തൽ. തുർക്കിയുടെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ്. ഇതിനിടയിൽ ലെബനനിലെ സ്ഥിതിഗതികളും ആശങ്കാജനകമാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി. ഗാസയ്ക്ക് ശേഷം ലെബനൻ ഫ്രണ്ട് തുറക്കപ്പെടുന്നത് പ്രദേശവ്യാപക യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആശങ്കയുണ്ട്. ഇറാൻ-അമേരിക്ക ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. എന്നാൽ ഈ വാക്പോരിനു പിന്നിൽ അപകടകരമായ യാഥാർത്ഥ്യവുമുണ്ട്. മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ നയതന്ത്ര പ്രസ്താവനയും യുദ്ധമേഖലയിലെ യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ബോംബാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്നു. അതിനാൽ ഇത്തരം പരാമർശങ്ങൾ വെറും മാധ്യമശ്രദ്ധ നേടാനുള്ള രാഷ്ട്രീയ വാചകങ്ങൾ മാത്രമല്ല, മേഖലയിലെ അടുത്ത നീക്കങ്ങൾ സൂചിപ്പിക്കുന്ന സിഗ്നലുകളായും കാണപ്പെടുന്നു. ഇസ്രയേലും തുർക്കിയും ഒരു കാലത്ത് സൈനിക വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഗാസയും പലസ്തീൻ വിഷയവും കേന്ദ്രമാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ ബന്ധം കടുത്ത രീതിയിൽ മോശമായി. ഇപ്പോഴത്തെ പരസ്പര ആരോപണങ്ങൾ ആ ബന്ധം പഴയ നിലയിലേക്ക് മടങ്ങുക എളുപ്പമല്ല എന്ന് വ്യക്തമാക്കുന്നു. ആകെക്കൂടി നോക്കുമ്പോൾ നെതന്യാഹുവിനെതിരെ തുർക്കി നടത്തിയ പരാമർശം ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ പുതിയ ശക്തി പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ഇറാൻ-അമേരിക്ക ചർച്ചകൾ വിജയിക്കുമോ, ലെബനനിലെ യുദ്ധം വ്യാപിക്കുമോ,
ഗാസയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമോ? ഇസ്രയേലിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങൾ എന്താകും? ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വരാനിരിക്കുന്ന ആഴ്ചകളിൽ മേഖലയുടെ ഭാവി നിർണ്ണയിക്കും. എന്നാൽ ഇപ്പോൾ വ്യക്തമായൊരു കാര്യമുണ്ട്. മധ്യപൂർവേഷ്യയിൽ യുദ്ധവും നയതന്ത്രവും ഒരേ സമയം നടക്കുന്ന ഇരട്ട പോരാട്ടകാലമാണ് ആരംഭിച്ചിരിക്കുന്നത്.